അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് പോയാലോ. രാവിലെ ഇലയട ഉണ്ടാക്കാൻ പോവുകയാണേ. നല്ല ഗോതമ്പിൻ്റെ ഇലയടയാണ്. അപ്പോൾ തേങ്ങയും നമ്മളെ ജീരകവും കുറച്ച് ഏലക്കായും ഒക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ എളുപ്പത്തിന് ശർക്കരപ്പൊടിയാണ് ചേർക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ ശർക്കര മേടിക്കൽ ഇവിടെ കുറവാണ് കേട്ടോ. ഇത് ഡബിൾ ഹോഴ്സിൻ്റെ കേട്ടോ ശർക്കരപ്പൊടി. നല്ല സൂപ്പറാണ്. അത് നമ്മൾ അധികം തല്ലിപ്പൊട്ടിക്കാനോ ജീവാനോ ഒന്നും നിൽക്കണ്ട, എളുപ്പം പണിയും കഴിയും. പക്ഷേ തേങ്ങയും ശർക്കരയും കൂടെ കുഴച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, 2 എണ്ണം അപ്പ ഹാജർ. കാര്യം ഓരോ പിടിയേർക്ക് വായിൽ വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്കാണെങ്കിലും തേങ്ങയും ശർക്കരയും കുഴച്ചാൽ എടുത്ത് വായിലിടുമല്ലോ അല്ലേ. അപ്പോൾ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ മാവ് കുഴയ്ക്കുന്നുണ്ടേ. അപ്പോൾ മാവ് കുഴച്ചിട്ട് നമ്മൾ ഇലയിൽ നല്ല നൈസായിട്ടാണ് പരത്തണം. ഇലയടയ്ക്ക് നല്ല നൈസായിട്ട് പരത്തിയില്ലെങ്കിൽ അത് അത്ര ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എൻ്റെ ഒരു കാര്യം പറഞ്ഞതാണ്, ഇത് കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ എന്തോ പോലെ. അപ്പോൾ നല്ല നൈസായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് നല്ല കണക്ക് കൈവച്ച് ഞാൻ കുഴച്ചു കേട്ടോ. കൈവച്ച് കുഴക്കുമ്പോഴത്തേനും അതിനകത്ത് ആ ശർക്കരയെല്ലാം ആ തേങ്ങയിലൊന്ന് പിടിക്കും. സ്പൂണിട്ട് കുഴച്ചാൽ അത്ര സുഖം പോരാ. അപ്പോൾ ഇതാണ്ട് അത് ആവിയിൽ പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ 2 എണ്ണം എടുത്തിട്ട് നമ്മുടെ എയർ ഫ്രയറിലൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ചുട്ടെടുക്കുമല്ലേ ഏടാ, അതുപോലെ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഒന്ന് ചെയ്താൽ എന്താ എന്ന് വിചാരിച്ച് ഇപ്പോൾ എയർ ഫ്രയറിൽ കൊണ്ടുവെക്കാൻ പോവുകയാണേ. അപ്പോൾ സക്സസ് ആവുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ അത് വെച്ചിട്ടൊരു 10 മിനിറ്റ് ടൈമർ ഒരു 180 ഡിഗ്രിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പകുതി നേരമായപ്പോഴത്തെ ഞാൻ തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ചതിലും നന്നായി എന്ന് വേണം പറയാൻ കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്ലി ചുട്ടെടുക്കുന്ന അതേ ടേസ്റ്റ്, നല്ല ഒരു ക്രിസ്പായിട്ട് പുറമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഒരു ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുന്നതിലും നന്നായിട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ ഇലയുടെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. 2 എണ്ണമേ അങ്ങനെ ചുട്ടുള്ളൂ. പക്ഷേ പിന്നെ നമ്മൾ ആവി പുഴുങ്ങിയതും ടേസ്റ്റായിരുന്നു. അതും റെഡിയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ചക്കു പോയി കുളിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് TV-യിൽ നമ്മുടെ തുടരുമിലെ സോങ്ങാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു പാട്ട്. അതെപ്പോൾ കേട്ടാലും ഡാൻസ് ചെയ്യും. അപ്പോൾ അന്നേരം എടുത്തതായതേ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. കാര്യം ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ അങ്ങ് പോരെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ വന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങളിന്ന് വൈകുന്നേരം കൂടെ കൂടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചക്ക അമ്മ വൃത്തിയാക്കി എടുക്കുകയാണ്. ഹലോ, എന്താണ് സന്തോഷം? ലീല ചക്ക വെട്ടണം. അമ്മ നല്ല എക്സ്പേർട്ടാണ് കേട്ടോ. ചക്കയും മീനും ഒക്കെ പെട്ടെന്ന് റെഡിയാക്കി. ഞാനൊക്കെ ചെയ്യുന്നതിൽ എളുപ്പം അമ്മ ചെയ്യും. അമ്മയ്ക്ക് ചില ഞുറുക്ക് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ചക്കയൊക്കെ അമ്മ വൃത്തിയാക്കി. ഞാൻ നല്ല വലിയ ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് വൃത്തിയാക്കി എടുക്കുക. പിന്നെ കുറച്ച് സിലോപ്പി ഇവിടെ വാങ്ങിയത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മുളകിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എളുപ്പത്തിന് തന്നെ നമ്മൾ സവാള അരിഞ്ഞ് പൊടികളൊക്കെ ചേർത്തിട്ട് തക്കാളിയും അതുപോലെ തന്നെ ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ തിരുമിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ളത് വെച്ചിട്ട് പുളിയും കൂടെ ഇട്ട് ഉപ്പും ഇട്ട് അരപ്പ് തിളച്ച് വന്നപ്പോൾ ആ സിലോപ്പിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നന്നാണൊക്കെ ഒന്ന് വറ്റി വന്നപ്പോഴത്തേനും ഒരിത്തിരി ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ റെഡി. ആര് പഠിപ്പിച്ചേ? ആരും പഠിപ്പിച്ചില്ല, സ്വയം ഞാൻ പഠിച്ചതാണ് പരീക്ഷണത്തിലൂടെ. ചക്കക്കുരു ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ റൗണ്ട് ചെയ്യുക, ഇങ്ങനെ അങ്ങോട്ട് റൗണ്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇങ്ങനെ ഒരു പോറിലൂടെ ഇടുക. ചിരണ്ടുക വേണ്ട, വെട്ടപ്പെടുക വേണ്ട. ദേ കണ്ട, എന്നിട്ട് പിന്നെ കണ്ട. ഓക്കെ, 3ാമത്തെ പാട, 4 പാടാണ്. അപ്പോൾ അമ്മയുടെ ചക്കക്കുരു നുറുങ്ങ് വിദ്യയൊക്കെ കൊള്ളാം കേട്ടോ. അപ്പം ചോള വേറെ കുരു വേറെയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്തൊക്കെ വെച്ചു പാവം. എന്നിട്ട് ചക്ക കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ക്ലിയർ ആവുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ആ സിലോപ്പി കുറച്ച് എടുത്ത് വറുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിതാ ചോറൊക്കെ വിളമ്പുക. നമ്മുടെ ചാളക്കറി തേങ്ങ അരിച്ചിട്ട് നല്ല കുടമ്പുളിയിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അതും ചക്കയും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം വൈകുന്നേരം ഊണൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കുറച്ച് നേരമൊക്കെ ഒന്ന് മയങ്ങി. എന്നിട്ട് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ഉള്ളതായത് കേട്ടോ. മാധവ് പപ്പയുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് മാധവിനാണ് കേട്ടോ. ചക്കുവിനെ ചക്കു അമ്മമ്മയുടെയും അച്ഛമ്മയുടെയും ആളാണ്. അപ്പോൾ മാധവ് പപ്പയും കൂടെ ഒരു എന്താ പറയുക ഫ്രണ്ട്സിനെ പോലൊക്കെയാണ്. അപ്പം എത്രയൊക്കെയായാലും നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഒരു വിഷമമല്ലേ. ഇത് ഞങ്ങളുടെ അശോക് മാമനാട്ടോ, പപ്പയുടെയും അമ്മയുടെയും സ്ഥിരം സാരഥിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ.